ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്വർഗീയ സംഗീത വിരുന്നിലൂടെയുള്ള യാത്രയാണ്. ഇന്ന് ഈ സ്വർഗീയ സംഗീത വിരുന്നിൽ നമ്മോടൊപ്പമുള്ളത് സ്വർഗീയമായിട്ടുള്ള സംഗീതം ലഭിച്ച, കൃപ ലഭിച്ച സിസ്റ്റർ സിജിന ജോർജ് MLF. സ്വാഗതം സിസ്റ്റർ. താങ്ക് യു അച്ഛാ. സുഖമാണോ സിസ്റ്ററിന്? സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പം അടുത്ത ദിവസങ്ങൾ എന്തെങ്കിലും പാട്ടുകളോ റെക്കോർഡിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതെൻ്റെ 2 പാട്ട് റിലീസാകാനുണ്ട്. 2 പാട്ട് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 20 അടുത്തോളം, 20 ഒരു 14-15 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ക്രിസ്മസിന് എനിക്ക് തോന്നുന്ന ദിവസങ്ങളിലും പാട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ അത് ജോമി അച്ഛൻ്റെ പാട്ട് തന്നെ ഒരെണ്ണം പാടിയായിരുന്നു. സിസ്റ്ററെ, ആ പാട്ട് പാടി, ആ ക്രിസ്മസിൻ്റെ പാട്ട് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും പാടാം. താങ്ക് യു. നീല നീലാവിൻ്റെ വിൻശോഭ
മനോഹരമായിട്ട് പാടി, നല്ല കേൾക്കാൻ നല്ല സുഖം. താരാട്ട് പാട്ട്, ഉണ്ണീശന് നമുക്ക് താരാട്ട് പാട് ഉറക്കാനായിട്ടുള്ള ഫീലിംഗ് തോന്നും. ആ വരികൾ പറയുന്നുണ്ടല്ലോ, പുഞ്ചിരിച്ച് നിൽക്കുന്നവർ അല്ലേ, ഉണ്ണീശ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ അന്തോനീസ് പുണ്യാളനാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്, ഉണ്ണീശുവെ താരാട്ട് അല്ലെ കയ്യിലേന്തി പിടിച്ചുകൊണ്ടുവന്ന് താരാട്ട് പാടുവാനൊക്കെ ആയിട്ടൊക്കെ മനോഹരമായിട്ടുള്ള ഫീലിംഗ് ആണ്, നല്ല ഫീലിംഗ്, വളരെ മനോഹരമായിട്ട് പാടി. ഇതിൻ്റെ വരികൾ സൂപ്പറാണ്, സംഗീതം സൂപ്പറാണ്, പാട്ടും അടിപൊളി. ഇതും ജോമിയച്ചൻ്റെ പാട്ട് തന്നെയാണ്, തച്ചൻ ചെയ്ത അച്ഛൻ്റെ തന്നെ, ജോമിയച്ചൻ്റെ പാട്ട് തന്നെ. വരികൾ സംഗീതവും അച്ഛൻ തന്നെയാണ്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഉണ്ണിയേശുവെ താരാട്ട് പാടുമ്പോൾ കൊതി തോന്നും. സിസ്റ്ററിനെ പാടിയപ്പോഴും ഒക്കെ സിസ്റ്ററിനുള്ള ഫീലിങ്ങും ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു വിഷ്വലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഉണ്ണി ശരിക്കും ഒരു സ്വന്തം അനിയൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ. ശരിക്കും ഇപ്പം എല്ലായിടത്തും കുഞ്ഞുങ്ങളെയൊക്കെ, അതായത് സ്വന്തം സഹോദരങ്ങളെയൊക്കെ, സഹോദര സ്നേഹമൊക്കെ ഇല്ലാതെ പോകുന്നൊരവസ്ഥയാണല്ലോ. അപ്പം ഒരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്വന്തം ചേട്ടൻ. അപ്പോൾ ഒരു കുടുംബ പശ്ചാത്തലം, കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം. അപ്പോൾ അങ്ങനെ കുഞ്ഞ് ഉണ്ടാകുന്നു. ആ കുഞ്ഞാണ് ഈ ഓരോ കുടുംബങ്ങളിലും ജനിക്കുന്ന മിശിഹായ ഈശോയാണ് എന്നൊരു മെസ്സേജാണ് ശരിക്കും അതിൻ്റെ വിഷ്വല് കൊടുക്കുന്നത്. ഈശോയെ പോലെ വളർന്നു വരുവാൻ ഒരു ഉണ്ണിയേശു ഞങ്ങൾക്കും കിട്ടി, ജനിച്ചതായിട്ടല്ലേ ഉണ്ണിയേശു പിറക്കുന്നതായിട്ട്. വീട്ടിൽ എനിക്കൊരു ഉണ്ണിയേശു കിട്ടി എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ, ഞാനത് കണ്ടിരുന്നു. ചിത്രീകരണം വളരെ മനോഹരമാണ്. ഈ അച്ഛനാണോ അത് ചിത്രീകരണം നടത്തിയത്? ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ജി പുരയിടത്ത് എന്നൊരു പയ്യനാണ്. നല്ല ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ലൊരു പാട്ട്, പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു പാട്ട് പാടിയ സിസ്റ്റർ, ഒത്തിരി നന്ദി. താങ്ക് യു. ഇനി മറ്റു വിശേഷങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ സിസ്റ്ററിൻ്റെ കുടുംബം, വീട്, ചാച്ചനും അമ്മച്ചിയും ആരൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടു. പിന്നെ ദൈവവിളി പറ്റി നമ്മൾ കേട്ടു. ഇനി കമ്മ്യൂണിറ്റി, സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് കമ്മ്യൂണിറ്റിയാണ്, അതുപോലെ തന്നെ MLF കോൺഗ്രിഗേഷനെ പറ്റിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്, ജനറലേറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേര് മിഷനറീസ് ഓഫ് ലിറ്റിൽ ഫ്ലവർ, കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ സഭയാണ്. അതാണ് MLF എന്ന് പറയുന്നത്. ചങ്ങനാശ്ശേരി തന്നെ ഞങ്ങളുടെ ജനറലേറ്റും അഭിവന്യ പൗത്യപിതാവാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ്. അതെ. പിന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം 154ഓളം സിസ്റ്റേഴ്സ് ഉണ്ട്. കൂടുതലായിട്ടും സ്കൂൾ ആതുര ശുശ്രൂഷയുണ്ട്, അതുപോലെ ടീച്ചിങ് ഫീൽഡിൽ, പിന്നെ ഇടവക ശുശ്രൂഷകൾ, അങ്ങനെ സിസ്റ്റേഴ്സ് പല മേഖലകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. വിദേശത്തും ഇവിടെ നാട്ടിലും മിഷനിലൊക്കെ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ വിളിച്ച് അല്ലേ? തീർച്ചയായിട്ടും സിസ്റ്റേഴ്സ് എല്ലാവരും. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ള, അതായത് 154 അത്രയും പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം തമ്മിൽ അറിയാം. ഇപ്പോൾ ഒരു പ്രോവിൻസ് ഒക്കെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെയും പരസ്പരം പിന്നെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരെയും പേഴ്സണലായിട്ട് അങ്ങനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സപ്പോർട്ടാണ്. അങ്ങനെ എല്ലാവർക്കും ഒരങ്ങനെ വളർന്നു വരുന്ന, ഇപ്പോൾ ആരാണേലും അവരെ വളർത്താൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറാളമ്മ മെർലിൻ മദറൊക്കെ ആണെങ്കിൽ പോലും എന്നെ, അപ്പോൾ അമ്മയുടെ സമയത്താണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. അതായത് ആദ്യത്തെ പാട്ട് തന്നെ പാടുന്നതും അമ്മയുടെ ഒരു വലിയ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാവരും, എല്ലാ അധികാരികളാണെങ്കിലും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ സിസ്റ്റേഴ്സ് ആണെങ്കിലും കോൺഗ്രിഗേഷൻ എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവരുടെയൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ, റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഒക്കെ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു സപ്പോർട്ട് വളരെ എന്നെ വളർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. ഒരു കാര്യം ചോദിക്കുന്നത്, അതായത് പെട്ടെന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയായിരുന്നല്ലോ ശ്രമിച്ച് കേട്ട് പിന്നെ ദൈവവിളിയിലേക്ക് വളർന്നു വന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സിസ്റ്ററിനെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, പിന്നെ മറ്റു കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല സിസ്റ്റർ ആകുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു ഫീൽഡും കൂടി മനോഹരമായിട്ടുള്ള പാട്ട് പാടുന്നു. അതെല്ലാം അവർ പിന്നെ കാണുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ കാണുമ്പോഴും ഒക്കെ അവരുടെ അതെ, ഈ ഒരു പാട്ടിൻ്റെ ഫീലിലേക്ക് വന്ന ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ പാട്ട് കേട്ട് തേടി പിടിച്ച് വിളിക്കുക, സംസാരിക്കുക, അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഒത്തിരി സന്തോഷം തോന്നും അങ്ങനെ. കാരണം പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും ഒരു കോണ്ടാക്ട്സ് ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ
അപ്പം ഈ ഒരു ഫീൽഡിലൂടെ തന്നെ എല്ലാവരെയും വീണ്ടും ബന്ധപ്പെടാനും അങ്ങനെയൊക്കെ ഒരു അവസരങ്ങളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം ഇങ്ങനെ പോയി എന്ന മടത്തിൽ പോയി അതത്രേ പിന്നെ അവർക്ക് അങ്ങനെ ബന്ധങ്ങളോ അങ്ങനെ പരിചയങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം അങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിനെ ക്ലാസ്സിന് അങ്ങനത്തെ ഗ്രൂപ്പുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഒരുപാട് സന്തോഷമായിട്ട് അറിയിക്കാറുണ്ട്. അടുത്തൊരു പാട്ടും കൂടി പാടിയാലോ? തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ലയിച്ചിരുന്നു പോകും.
നന്ദി പറയാനായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് നന്ദി പറയാന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കുവാണ് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം ഓരോ നിമിഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തെ സംബന്ധിക്കുമ്പം അത് എക്സാക്റ്റ് ആണ്. കാരണം എനിക്ക് ഇപ്പം ഒന്നുമില്ലാന്ന് എനിക്കുള്ള സത്യമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഇപ്പം ഞാനിങ്ങനെ വന്നായിരിക്കുന്നത് തന്നെ ശരിക്കും ഈ സിസ്റ്ററായി എന്നുള്ളതിൻ്റെ ഒരൊറ്റ പേരിലാണ്. ശരിക്കും ഇങ്ങനെയൊരു വേദിയിൽ വരാനും ഇങ്ങനെ പാടാനും ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടിയതും ശരിക്കും ഈ ഒരു വസ്ത്രത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനം അതുകൊണ്ട് തന്നെ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരുപാട് ഇടപെടലുകൾ ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം പാട്ടിൻ്റെ ഫീൽഡിലാണെങ്കിൽ പോലും എന്നെക്കാളും ഒരുപാട് കഴിവുള്ള ഒരുപാട് പേര് അറിയപ്പെടാതെ മാറി, അതായത് പുറത്ത് ഒരുപാട് പേരുണ്ട്, സിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ ഇങ്ങനെ നിർത്തിയെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തോട് നന്ദി അല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന. എനിക്കിപ്പം ഒരു വർക്കിന് വേണ്ടി പോവുകയാണെന്നൊക്കെ പറയുമ്പം കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ, ആരാധനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, വീട്ടിലാണെങ്കിലും പേരൻസിൻ്റെ പ്രാർത്ഥന, റിലേറ്റീവ്സിൻ്റെ, ഫ്രണ്ട്സിൻ്റെ, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒരൊറ്റ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്. അതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്ന എല്ലാവർക്കും ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. തീർച്ചയായിട്ടും. സിസ്റ്ററിൻ്റെ ദൈവവിളിയെ പറ്റിയൊക്കെ സിസ്റ്റർ പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു പാട്ട് മേഖലയിലേക്ക് വന്നതും തിരിച്ചറിഞ്ഞതെല്ലാം സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ. ഈ സന്യാസ ജീവിതത്തിന് ശേഷമാണ് ഉടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ. ഈ കഴിഞ്ഞ ദിവസം സിസ്റ്ററിൻ്റെ തന്നെ ഒരു പാട്ട് ദൈവവിളിയെ പറ്റി പറയുന്ന മനോഹരമായിട്ടൊരു പാട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത് ആ പാട്ടൊന്ന് പാടാമോ? തീർച്ചയായിട്ടും.
മനോഹരമായിട്ട് പാടി. എന്ത് രസമായിട്ടാണ് പാടിയത്, എന്ത് ഫീലിംഗ് ആണ്. ആരാണ് ഇതിൻ്റെ രചന? കാരണം വരികൾ സൂപ്പർ വരികൾ. അപ്പം ഞാൻ എൻ്റെ ദൈവവിളി പറ്റി ഞാൻ ആലോചിക്കുകയാണ്. അതിൽ കുറവുകൾ ഏറെ ഉണ്ടെങ്കിലും ദൈവം എന്നെ വിളിച്ചു. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന് അനുഗ്രഹം മാത്രമാണ്. ഈ ഒരു സന്യാസ ജീവിതം ദൈവം വിളിച്ചത് കൊണ്ട് നമ്മുടെ ശബ്ദമൊക്കെ തമ്പുരാൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേദിയിൽ പോലും വരാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വരികളുണ്ട്, മനോഹരം വരി, കോറസായിട്ടുള്ളത്, എന്നെ അടുപ്പിക്കണേ. എപ്പോഴും നമ്മുടെ അത് ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി മാത്രം, ഈശോയ്ക്ക് വേണ്ടി അവനെ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ വിളിച്ചതാണ്, അവനോട് ചേർന്ന് നിൽക്കുക, അവൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ചെയ്യുക. മനോഹരമായ വരികൾ, മനോഹരമായ സംഗീതം, ഓർക്കസ്ട്രേഷൻ, സൂപ്പറായിട്ട് പാടി. ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നതും ഒരു മെയിൻ കോർഡിനേഷനും ഒരുപാട് ഇതിൻ്റെ മേൽ കഷ്ടപ്പെട്ടതും സിസ്റ്റർ സോണിയ സോഫി എന്ന് പറഞ്ഞൊരു DC കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെയാണ് ശരിക്കും ഈ പാട്ട്. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ ശ്വേത CSN. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കോറസും ഒക്കെ ജൂലി തെരേസിസ്റ്റും കൂടെ പാടിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് പാടിയിരിക്കുന്നതും. പിന്നെ അതുപോലെ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലിസ്മി CMC ആണ്. ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രമ്യ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. എല്ലാവരും സിസ്റ്റേഴ്സ് അല്ലേ? സിസ്റ്റേഴ്സ് എല്ലാം സന്യാസ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, വെളിയിൽ സ്നേഹിച്ച് നിൽക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ചപ്പോൾ മനോഹരമായിട്ടുള്ള ദൈവവിളിയുടെ ഒരു ഗാനം, സൂപ്പർ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഈ സ്വർഗീയ സംഗീത വിരുന്ന് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിറപുഞ്ചിരിയോ